ഇതൊരു ചൈനക്കാരിയാണ്. വാടക കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഇറക്കി വിട്ടു. മായ വിചാരിച്ചാൽ ഇവൾക്കൊരു താമസ സ്ഥലം. മായയുടെ അച്ഛൻ ബാലമാഷ് വലത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് റഷ്യയോടായിരിക്കും കൂടുതൽ ചായ്വ് എന്നറിയാം. എന്നാലും ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഓർക്കണം. മുകുന്ദേട്ടനും ഈ ചൈനക്കാരിയും തമ്മിൽ എന്താ ബന്ധം? അത് പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ചീനച്ചട്ടി, ചീനവല. അതുകൊണ്ടൊന്നുമില്ല, ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. തൽക്കാലം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഈ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ. ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാലമാഷ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ്, ഡോക്ടർ മായ, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വാടക ഇത്തിരി കൂടുതലാ. വാടക എത്രയായാലും ഞാൻ തരും. ആദ്യ കുട്ടിയെ സംഗതികൾ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കൂ. വേറെ ആരുമില്ല ഇവൾക്ക്. 你去啊，我什么名字？署名。别催促们，我给你找住的地方，没关系。木棍灯会付钱的。真的吗？真的吗？谢谢谢谢谢谢谢谢谢谢。处处装满爱。处处装满爱，处处装满爱。അപ്പോ എല്ലാം പറഞ്ഞ പോലെ കടയിൽ ആളില്ല.处处装满爱，处处装满爱，处处装满爱，处处装满爱。നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതല്ലേ മനുഷ്യ? മരുഭൂമിയിലെ ഊഷരമായ മണ്ണാങ്കട്ട ഇതുവരെ എഴുതി തീർന്നില്ല. ഇതേ ഒരു മത്സരത്തിന് അയക്കാനുള്ളതാ. കഴിഞ്ഞ കൊല്ലത്തെ അവാർഡ് കമ്മിറ്റിക്കാര് പാര വെച്ചതുകൊണ്ട് തലനാരഴയ്ക്കാ മിസ്സായത്. കയ്യെന്താ എങ്ങനെ വെച്ചിരിക്കുന്നത്? നെഞ്ചുവേദന ഉണ്ടോ? ഇല്ല. സൂക്ഷിക്കണം. കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോകാനെന്ന കുഞ്ഞിക്കാതറിന് ഇങ്ങനൊരു നെഞ്ചുവേദന വന്നത്. ഗ്യാസാന്ന് പറഞ്ഞ് നിസ്സാരാക്കി. പിറ്റേന്ന് എണീറ്റില്ല. പലതരത്തിലുള്ള വേദനകളുണ്ടല്ലോ. ഇത് വേറെയാ. ഇത് സുഖമുള്ളൊരു നെഞ്ചുവേദന. സഖാവേ, തിരശീല തിരി ഒന്ന് നീക്കിയേ. ആകാശത്തിന്റെ ചെറിയ കഷണമെങ്കിലും ഒന്ന് കാണട്ടെ. മുകുന്ദ, എന്താ മുതേട്ടാ? എന്ത് പറ്റി? ഒന്നുമില്ല. ഹലോ, ആ മനസ്സിലായി മനസ്സിലായി. നമ്മുടെ മായ സിസ്റ്ററാ. ഹലോ മായ. ആ മുകുന്ദേട്ടാ, സീരിയസ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ചൈനീസ് സഖാവ് ഒന്ന് വീണു. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാനും ഇതാ ഇപ്പോഴൊന്ന് വീണതേ ഉള്ളൂ. ആ കുട്ടി ഇപ്പോഴാണോ വീണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വീണത്. ഇത് ഇന്നലെയാ. ഓ, രാവിലെ നോക്കിയപ്പോ കുറച്ച് നീര് കണ്ടു. ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. കൊഴപ്പൊന്നുമില്ല, ചെറിയ ചതവേ ഉള്ളൂ. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങൾ ആ ക്രീക്കിന്റെ സൈഡിലുള്ള റോഡിലാ. റൂമിലേക്ക് പോകുന്ന വഴി. മുകുന്ദേട്ടനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഏയ് വേണ്ട, മുകുന്ദേട്ടൻ വരണമെന്നില്ല. വരണം എന്നുണ്ട്, ഞാൻ വരാം. വരും. എന്തുപറ്റി മൂന്നേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞാൻ ഇപ്പൊ. ആക്സിഡന്റോ? എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. അയ്യോ, കൈ
എന്താ പറ്റിയത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യു ഫോൾ, ഐ മോർണിംഗ് ഫോൾ, വെരി പെയിൻ. നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുമായേ. ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ പേടിക്കാനൊന്നും ഇല്ലാന്ന്, പിന്നെന്തിനാ ഇത്ര ടെൻഷൻ? ചൈനക്ക് എന്തെങ്കിലും അപകടം പറ്റിയ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇന്റർനാഷണൽ ആശങ്കയാണല്ലേ? ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് വേറൊരു സ്വപ്നം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ, ഒന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നത് പറയാം. അതായാലും മതി. ഈ നാട്ടിൽ നിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുണം വരുത്തിച്ചു കൊടുത്താലോ? എന്താ ഉദ്ദേശം? പഞ്ചജീരക ഗുണം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ടും ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞോളാം. ഞാൻ ആപ്പിൾ വാങ്ങിയിട്ട് വരട്ടെ? ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയട്ടെ? അയ്യോ വേണ്ട. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് നേരിട്ട് പറഞ്ഞോളാം. അതാണല്ലോ അതിന്റെ ഒരു സുഖം. മുകുന്ദേട്ടന് ഏത് ഭാഷയിലാ പറയാൻ പോണേ? അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചു തന്നാ മതി. എനിക്ക് ജോലിക്ക് പോകാൻ സമയായി. ഒമൻ സോബ. നമ്പ്യ സാറേ, സിദ്ധാർത്ഥം വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ, വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഈ പ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരിത്? ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടവിടക്കത്ത് കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. സിവിഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്കന്നെ എടുക്കണം മോനെ. മൂന്നാമത്തോളുടെ പൊയ്യാപ്പിളൊക്കെ അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോറിൻ തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരിക്കും. ഈശ്വര, കണ്ടോ, ആരാണോ ഭാഗ്യവാൻ? ആർക്കാ? മൂന്നേട്ടനാ. നന്നായി, കൂട്ടത്തിൽ അത്യാവശ്യേ മൂന്നിന് തന്നെയാ. ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ഇക്ക വെറുതെ ബേജാറാവണ്ടാ. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടിവിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. മുകുന്ദൻ, എന്തുകൊണ്ടൻ? മുകുന്ദൻ, മുകുന്ദൻ റൂം ക്ലീനിങ് എവറി ഡേ. ദിസ് ക്ലീനിങ് മൂന്നൽ ക്ലീനിങ് വാട്ടർ സോപ്പടി ചൂല് ക്ലീനിങ് മൂന്നൽ. ഏത് ഷൺമു? ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ. ഓ എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? മുകുന്ദൻ നോക്കാം, നോക്കാം. യു ഗോ ആൻഡ് മുകുന്ദൻ കം, യു കം. അല്ലാ, രക്ഷപ്പെട്ട്. ഓ പറച്ചോനെ, ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോകുന്ന തോന്നുന്ന. ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. മുകുന്ദൻ നീയായിരുന്നല്ലേ?
ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ആ ക്ഷമല്ല 我们家打电话说我妈妈生病了，我必须马上回去。可是我没有机票钱，过来看看木空蛋。കരിമുക്ക ഫോൺ എടുത്ത് മുന്തട്ടിരുന്ന് വിളിച്ചേ. ഹലോ. ആ മുന്തട്ട് ഞാൻ ആ കുറിയുടെ കാശും കൊണ്ട് വന്നതാ. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ജബലലി വരെ പോകാൻ വേണം. മൂന്തട്ടിന് ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. കരിമിക്കുണ്ട് ഇവിടെ. അവന്റെ ഏതായാലും കൊടുക്കണ്ട. ഓ പിന്നെ ആ ചൈനക്കാരി മൂന്തട്ടനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണ്ട്. നേരോ? അതെ, അവളുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയോ? ധൈര്യമായിട്ട് കൊടുത്തു വിട്ടോളൂ. ഈ സ്ഥലം അവൾക്കറിയാം. ശരി ശരി. ഇങ്ങനൊരു കാര്യം ഇത് തന്നെ നോക്കി. എന്തിനൊരു സാക്ഷി വേണമല്ലോ. പൈസ ദേ ഇവളുടെ കയ്യിൽ കൊടുത്തയക്കാനാ പറഞ്ഞത്. $80,000. ഇത് 2000. അപ്പോ 82,000 അതായത് നാട്ടിലെ 10 ലക്ഷം. അതെ. ഇനി ഐശ്വര്യമായിട്ട് മൂന്നൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. 什么？ Batrun's Chi Chiang Ke Muguntan Tahui Genni Trung Bay Hoi Jia Jipiat Nitirta Swenma Shudaja Tripa 是的。先左转，然后右转，直走第4栋楼的214房间，对吗 Okay, 是的。 ？Thank you。 കരിമുക, നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും 2 പൊറോട്ടയും എടുത്തേ. അല്ല, അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നീ പറഞ്ഞു. ആ ജബലലിയില് ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തന് എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും. ഹലോ, എത്തിയില്ലേ സിദ്ധാർത്ഥൻ? സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ ഉണ്ട്. മുകുന്ദനാ, ആ പെണ്ണ് ഇതുവരെയായിട്ട് അവിടെ എത്തിയിരുന്നു. എത്തിയിട്ടില്ലേ? ഈശ്വര, ചതിച്ചോ? അവളെവിടെ ഷുമിൻ? അവളുടെ നാട്ടിലേക്ക് പോയല്ലോ. നാട്ടിലേക്ക് പോയി? അതെ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി കാണും. എന്താ പ്രശ്നം? ചതിച്ചു. പൂന്തേട്ടിന് കുറി കിട്ടിയ കാശും കൊണ്ട് അവള് കടന്നു കളഞ്ഞത്. അവളോ? അവളങ്ങനെ ചെയ്യില്ല. സത്യാണോ? എന്തിനാ അവളെ പറയണേ? ധൈര്യമായിട്ട് കാശ് അവളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ അതനുസരിച്ചു. ആ സമയത്ത് സാക്ഷിയായിട്ട് കരിമിക്കുണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാനിപ്പോ കള്ളനായനെ. രാവിലെ ഞങ്ങൾ ഒന്നിച്ചാ മുറിന്ന് ഇറങ്ങിയത്. നാട്ടിൽ പോകുന്ന കാര്യം അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു 10 മണിയായപ്പോ വിളിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു. പെട്ടെന്ന് എന്റെ കയ്യിൽ എടുക്കാൻ കാശൊന്നും ഇല്ലായിരുന്നു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോ കാശ് ശരിയായി, നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ സഖാക്കൾ ഊറ്റങ്ങളുടെ രാജ്യക്കാരുടെ തനി നിറം. ലോകം മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി അയക്കില്ല ഇപ്പൊ അവരുടെ പണി. അവളും ഡ്യൂപ്ലിക്കേറ്റാ. 1.25 രൂപയുടെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? എന്ത് പറ്റി? ആകെ തളർന്നു പോയി. ഇന്ന് രാവിലെ ബിൽഡിംഗ് ഓണർ അറബി അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. എന്തിന്? പിന്നെയും വാടക കൂട്ടിയോ? അതല്ല, നമ്മുടെ കഫ്തേരിയയുടെ ബിൽഡിങ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ
നോട്ടീസ് തന്നിക്കണ്